ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയുള്ള 4 രാജ്യങ്ങൾ പരിചയപ്പെടാം. അതിൽ 1-ാം സ്ഥാനത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇതിൽ 4-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് ഒരു വലിയ മാൻ പവർ ബേസ്, ശക്തമായ പ്രതിരോധം, ആണവ പ്രതിരോധ ശേഷി എന്നിവയുണ്ട്. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈന്യമുള്ള 2ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതായത് 1.4 ദശലക്ഷത്തിലധികം സജീവ സൈനികരാണ് ഇന്ത്യക്കുള്ളത്. ആണവായുധങ്ങളും 5000 കിലോമീറ്ററിൽ കൂടുതൽ പരിധിയുള്ള അഗ്നി 5 പോലുള്ള ദീർഘദൂര മിസൈലുകൾ, അങ്ങനെ ശക്തമായ പല ആയുധങ്ങളും നമ്മുടെ ഇന്ത്യക്കുണ്ട്. കര, കടൽ, വ്യോമ, ആണവ വിക്ഷേപണ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. 3-ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനമാണ് ചൈനക്കുള്ളത്. അതായത് 2 ദശലക്ഷത്തിലധികം സജീവ സൈനികർ, വിമാനവാഹിനി കപ്പലുകൾ, ഡിസ്ട്രോയറുകൾ, അന്തർവാഹിനികൾ എന്നിവയുടെ വമ്പിച്ച കപ്പൽക്കൂട്ടം, DF-17, DF-41 പോലുള്ള നൂതന ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നാവിക കപ്പലുകൾ ലോഞ്ച് ചെയ്ത രാജ്യമാണ് ചൈന. 2-ാം സ്ഥാനത്തുള്ളത് റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം റഷ്യയുടെ പക്കലാണ്. അതായത് 6000-ലധികം വാർഹെഡുകൾ, സർമാറ്റ്, ഇസ്കാൻഡർ, ഹൈപ്പർസോണിക് കിൻഷാൽ തുടങ്ങിയ അതിശക്തമായ മിസൈൽ സംവിധാനങ്ങൾ, വലിയ പീരങ്കിപ്പട, ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം. ലോകത്തിലെ ഏത് മിസൈൽ പ്രതിരോധത്തെയും മറികടക്കാൻ തങ്ങളുടെ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്ക് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനത്തുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടേതാണ്. യുഎസിന് ആഗോള വ്യാപ്തിയും സമാനതകളില്ലാത്ത സാങ്കേതിക വിദ്യയും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുമുണ്ട്. പ്രതിവർഷം $877 ബില്യൺ പ്രതിരോധത്തിനായി ഇവർ ചിലവഴിക്കുന്നത്. 11 ആണവോർജ വിമാനവാഹിനി കപ്പലുകൾ ഇവർ പ്രവർത്തിപ്പിക്കുന്നു. വൻ ആണവായുധ ശേഖരം, ആഗോള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അത്യാധുനിക സൈബർ കമാൻഡ്. അതുപോലെ ലോകമെമ്പാടുമുള്ള 80-ൽ കൂടുതൽ രാജ്യങ്ങളിലായി യുഎസിന് 750-ലധികം സൈനിക താവളങ്ങളുണ്ട്. മറ്റൊരു രാജ്യവും ഇതിന്റെ അടുത്തെത്തിയിട്ടില്ല. നിങ്ങൾ ഒരു ഇന്ത്യൻ ആർമി ആരാധകനാണോ? കമന്റ് ചെയ്യൂ.